ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊബാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സാന്ത്വനം ടൂവിൻ്റെ നാളത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സാന്ത്വനം ടൂവിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ദേവിയെ ഫുള്ളായിട്ട് ടോർച്ചർ ചെയ്യണ ആരെ, നമ്മുടെ ശ്രീകലയും ഉദയഭാനുവും കൂടെ. കാരണം എങ്ങനെയാണെങ്കിലും തൻ്റെ മകളായ രണ്ടാമത്തെ മകളായ വിദ്യയുടെ കല്യാണം നടത്തണം. അപ്പോൾ ആ ബ്രോക്കർ വന്ന് പറഞ്ഞിട്ട് പോയ ഒരു മെയിൻ കാര്യം എന്തായിരുന്നു, നിങ്ങളുടെ ഈ ഒരു കല്യാണത്തിന്, നിങ്ങളുടെ ഇളയ മകളുമായിട്ടുള്ള ഈ കല്യാണത്തിന് ചെറുക്കൻ കൂട്ടർ സമ്മതിച്ചതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല, മൂത്ത മകളെ നിങ്ങൾ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് ഗോമതി സ്റ്റോറിലെ ബാലൻ്റെ വീട്ടിലായിട്ടാണ്. അതായത് ബാലൻ്റെ മൂത്ത മരുമകളായിട്ടാണ് ദേവിയെ കെട്ടിച്ച് വിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇനി ഒന്നും നോക്കാനില്ല. കാരണം അത്രയ്ക്ക് നല്ല കുടുംബമാണ്. അവിടെ മരുമകളായിട്ട് ചെല്ലുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മകളുടെ കല്യാണം വന്നിരിക്കുന്നത് അവർക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ വേറെ ഒന്നും നോക്കാനോ ചോദിക്കാനോ ഇല്ല. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ബ്രോക്കർ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതോടുകൂടി നമ്മുടെ ശ്രീകലയും ഉദയഭാനും ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. കാരണം ഈ സമയത്ത് ഇനിയിപ്പോൾ ബാലൻ്റെ വീട്ടിൽ നമ്മുടെ ദേവമംഗലമായിട്ട് എല്ലാം ഇടഞ്ഞ് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ. അതെങ്ങാനും ഈ ചെറുക്കൻ കൂട്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോളുടെ കല്യാണവും നടക്കൂല. അപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചെന്ന് നമ്മുടെ ദേവിയെ കുറേ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ദേവി കാല് പിടിച്ചുകൊണ്ട് പറയണ, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തന്ന ഈ ഒരു അവസ്ഥ എൻ്റെ അനിയത്തിക്കും കൂടെ നിങ്ങൾ കൊടുക്കരുത്. അവളുടെ ജീവിതവും കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളുടെ ജീവിതവും കൂടെ തുലയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവി ഭയങ്കരമായിട്ട് യാചിക്കുകയാണ് അവരുടെ മുമ്പിൽ. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, എടി നിർത്തടി, നീ വലിയ ഇതൊന്നും കാണിക്കേണ്ട, അവളുടെ ഭാവി എങ്കിലും രക്ഷപ്പെടട്ടെ, നിനക്ക് അവളുടെ ഭാവി രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോൾ അസൂയല്ലേടി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടമായി. ഒരു അമ്മ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന പറയേണ്ട ഒരു കാര്യമാണോ സ്വന്തം അനിയത്തിക്ക് വന്ന നല്ലൊരു ജീവിതം? അത് കള്ളത്തരം കാണിക്കേണ്ട എന്നേ ദേവി പറഞ്ഞോളൂ. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് വേറൊരു രീതിയിലാക്കി എടുക്കുകയാണ് ശ്രീകല. അവസാനം ശ്രീകല പറഞ്ഞു, ഒന്നുകിൽ നീ അവിടെ പോയി അവരെ കാല് പിടിച്ച് ഒന്ന് അവിടെ കയറി പറ്റാൻ നോക്കുക, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത മട്ടിൽ അവരെ മുമ്പിൽ ചെറുക്കൻ കൂട്ടരൊക്കെ വരുമ്പോൾ ഇതൊന്നും അറിയാത്ത മട്ടിൽ നീ ഒന്ന് പിടിച്ച് നിൽക്കുക, ഇതിലേതെങ്കിലും ഒന്ന് നീ ചെയ്യണമെന്ന് പറയണ. ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ദേവി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ് എങ്ങോട്ടാ, ദേവമംഗലത്ത്. അപ്പം നമ്മുടെ മീനു ജോലിക്ക് പോകാനായിട്ടും മിത്ര ട്യൂഷൻ എടുക്കാനൊക്കെ എന്തോ പോകാനായിട്ടൊക്കെ തയ്യാറാവുകയാണ്. ഈ സമയം ഗോമതി എഴുന്നേറ്റിരുന്നു. അപ്പോൾ അതിരാവിലെയാണ് ദേവി എത്തിയിരിക്കുന്നത്. അപ്പോൾ ബെല്ലടിച്ച് നമ്മുടെ മീനു വന്ന് ഡോറ് തുറക്കുമ്പോൾ ആരെയും പെട്ടെന്ന് കാണാനില്ല കേട്ടോ. അപ്പം ഇത്രയും കൂടെ ഉണ്ട്, ഇതാരാ ഈ രാവിലെ തന്നെ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ് നമ്മുടെ ദേവി കയറി വരിക. അപ്പം ദേവിയെ കണ്ടുവരുന്ന ദേവിയേട്ടത്തി ഇവിടെ പെട്ടെന്ന് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? കാര്യം സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേവിക്ക് സങ്കടമായിപ്പോയി. ഞാൻ ഈ വീട്ടിലല്ലേ നിൽക്കണം. അയ്യോ അതല്ല ദേവിയേട്ടത്തി, ഇത്രയും സാഹചര്യങ്ങളിൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ദേവിയേട്ടത്തി എന്തേ വന്നേ? അപ്പോൾ പറഞ്ഞു, അമ്മയില്ലേ മോളെ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളറിയാത്ത പല കാര്യങ്ങളുണ്ട്, എനിക്ക് നിങ്ങളോട് അത് പറയണം. ഒരു പക്ഷേ എനിക്ക് പിന്നീട് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ അയ്യോ ആ ദേവിയേട്ടത്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നാലോ. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളും സത്യാവസ്ഥകളും നിങ്ങളെ ബോധിപ്പിക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗോമതി അടുക്കളയിൽ നിന്ന് വരെയാണ് കേട്ടോ. ഇതാരെ ഈ രാവിലെ തന്നെ നോക്കിയപ്പം ദേവിയ, നീ എന്തിനാടി ഈ രാവിലെ തന്നെ ഈ വീട്ടുമുറ്റത്ത് വന്നത്? നിന്നെ ഇറക്കി വിട്ടേല്ലേ, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? നമ്മുടെ ഗോമതി അങ്ങോട്ട് കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. പാവം ദേവി വല്ലാത്തൊരവസ്ഥയാണ്. അമ്മ എന്നെ ആട്ടി ഇറക്കല്ലേ അമ്മേ, എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേൾക്കമ്മേ, പ്ലീസ് അമ്മേ. ഞാൻ എന്തിനാ വന്നത് ഇത്രയും രാവിലെ? അമ്മയോടും മീനോടും മിത്രയോടും ആകാശവും ആര്യനൊക്കെ എന്തേ മോളെ, അവരെയും കൂടെ വിളിക്കുക, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഗോമതി ചോദിച്ചു, എന്താടി ഇനി നിൻ്റെ അച്ഛനും അമ്മയും അടുത്ത കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കണത്? എന്താണെങ്കിലും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇറങ്ങ് നീ ഇവിടെ നിന്ന് വീട്ടിൻ്റെ പടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ് ഗോമതി ചാടണം. അപ്പം മീനു പറയുന്നുണ്ട്, അമ്മേ മിത്രയെ പിന്നെ ആ ദേവിയേട്ടത്തേക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കമ്മേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവരാരും കേൾക്കാനോ ഒന്നും കൂട്ടാക്കണില്ല.
അങ്ങനെ ഒടുവിൽ നമ്മുടെ പിന്നെ ദേവി കരഞ്ഞുകൊണ്ട് കാല് പിടിച്ച് പറയണ, അമ്മേ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, ആനന്ദേട്ടൻ അറിയാത്ത പല സത്യങ്ങളും ഉണ്ട്. അതായത് മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ആനന്ദേട്ടൻ എല്ലാം ഞാൻ നിങ്ങളോടും നിങ്ങളെ കുടുംബത്തിനോടും ചെയ്തത് എത്രത്തോളം വലിയ തെറ്റാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നല്ലൊരു കുടുംബം, എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ ഒരു വിവാഹാലോചന വന്നു. ആ ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു, മൂത്ത മകളെ നിങ്ങൾ ദേവമംഗലത്ത് ബാലൻ്റെ മരുമകളായിട്ടാണോ കെട്ടിച്ചിരിക്കുന്നത്, എങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കേണ്ടതായിട്ടില്ല, ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അത് കേട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞു, കാരണം അപ്പോഴേക്കും ദേവി ഗോമതിയുടെ അടുത്തൊക്കെ പറഞ്ഞു, അമ്മേ അത്രയ്ക്ക് നല്ലൊരു കുടുംബമാണ്, ആ കുടുംബത്ത് വന്നിട്ടാണ് ഞാൻ ഇത്രയും വലിയ രീതിയിൽ കള്ളത്തരങ്ങളും നിങ്ങളെല്ലാം നാണം കെടുത്തുന്ന രീതിയിലൊക്കെ പെരുമാറിയത്. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ആനന്ദേട്ടനോട് ഞാൻ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഓരോ ദിവസവും വിവാഹം കഴിഞ്ഞ് ഓരോ ദിവസവും ഞാൻ മനസ്സിലോർത്തു എല്ലാ സത്യങ്ങളും അമ്മയോടോ അച്ഛനോടോ ആനന്ദേട്ടനോടെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? എനിക്ക് ഭയമായിരുന്നു എൻ്റെ ഉള്ളിൽ, നിങ്ങൾ എന്നെ വെറുക്കുമോ, അല്ലെങ്കിൽ പിന്നെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അമ്മ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെ, നിൻ്റെ വലിയ സംസാരങ്ങളോ നിൻ്റെ അടുത്ത പുതിയ കള്ളത്തരങ്ങളൊന്നും ഇവിടെ കേൾക്കണ്ട, അതിനിട്ട് ഇവിടെ ആർക്കും സമയമില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവോ എന്നും പറഞ്ഞ് ഗോമതി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദേട്ടനൊക്കെ എൻ്റെ മോളും ചോദിക്കുമ്പോൾ മീനു പറഞ്ഞു, ദേവിയേട്ടത്തി ഇവിടെ ആരുമില്ല, ഞാനും അമ്മയും ഇത്രയും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട് അമ്മേ. അന്ന് പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളടുത്ത് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എൻ്റെ ജാതകത്തെക്കുറിച്ച്, പക്ഷേ അത് നിങ്ങളാരും പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. എനിക്ക് അതിനെക്കുറിച്ച് പറയണം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ജാതകം, ഇത് അമ്മ എവിടെ വേണമെങ്കിലും ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് വേണമെങ്കിലും അമ്മ ഇത് കൊണ്ടുപോയി ഒന്ന് നോക്കി നോക്കുക. അമ്മയ്ക്കറിയാം, കാരണം എനിക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് വിവാഹം നടക്കില്ല. എൻ്റെ ആയുസ്സിന് പോലും ഒട്ടും ജീവന് പോലും ഒരിതില്ലാത്തൊരു ഭാഗ്യം കെട്ട ഒരു ജീവിതമാണ്. അഥവാ എനിക്ക് 20-27 വയസ്സിനകത്ത് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞും കൂടെ ആവുകയാണെങ്കിൽ എൻ്റെ ജീവൻ അപകടമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് എത്രയോ ജ്യോത്സ്യന്മാരെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കാണിച്ചു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം എടുപിടിന്ന് ഇങ്ങനെ നടത്തിയത് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ചിരിച്ചുകൊണ്ട്, കണ്ടില്ലേ അവളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടേക്കണ അടുത്തൊരു ജാതകം, ഇതൊക്കെ വല്ല സിനിമയിൽ കഥ എഴുതാൻ കൊള്ളാം, ഇവിടെ ദേവമംഗലത്ത് നീ പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതി ദേവി ആട്ടേണ്. അമ്മ ഇതൊന്നും അമ്മ ഈ ജാതകമായിട്ട് എവിടെ വേണമെങ്കിലും ചെന്ന് നോക്കമ്മ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അച്ഛൻ ഉദയഭാനുവിനാണോ ഈ ജാതകം ഉണ്ടാക്കാൻ പാട്, കള്ളത്തരത്തിൻ്റെ ഉസ്താദാണ് അയാൾക്കാണ് ഒരു ജാതകം കെട്ടിപ്പടുക്കാൻ അറിഞ്ഞൂടാത്തത്. അതെ, ഇതൊന്നും ഇവിടെ കാണിക്കണ്ട, കൊണ്ടുപോകുക. അപ്പം ദേവി ഇങ്ങനെ നീട്ടിയപ്പോഴേക്കും ഗോമതി എന്ത് ചെയ്തു, ആ ജാതകം മേടിച്ച് അതിനെ വലിച്ച് കീറി അങ്ങ് ഇടുകയാണ്. അപ്പം ദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ദേവി കുറേ കരഞ്ഞു. അപ്പോൾ മീനും ഇത്രയും ഇങ്ങനെ വായിൽ കൈവച്ചു, അമ്മ എന്താ ഈ കാണിച്ചേ എന്നുള്ള രീതിയിൽ. കാരണം ഗോമതിയുടെ കലി അടക്കം പറ്റില്ല. ഗോമതിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് ദേവിയോട്. എൻ്റെ മൂത്ത മകനായ എൻ്റെ ആനന്ദിൻ്റെ ജീവിതം വലിച്ചു കീറി ഈ മാതിരി ആക്കിയത് നീയും നിൻ്റെ കുടുംബവും കൂടെ ചേർന്നാണ്. എൻ്റെ മകൻ്റെ മനസ്സ് പോലും പിടിച്ചാൽ കിട്ടുന്നില്ല, ആ രീതിയിൽ അവൻ അത്രയ്ക്ക് വിഷമിക്കുന്നുണ്ട്, അവൻ്റെ ജീവിതം പോയി എന്ന് ഓർത്തിട്ട്. അപ്പം എന്നിട്ട് ദേവി പറയുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അന്ന് ആനന്ദേട്ടൻ അതായത് എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നു എന്ന ആ ഒരു സന്തോഷ വാർത്ത കേട്ടത് മുതൽ, പക്ഷേ ആ കുഞ്ഞിനെ പോലും അവൾ ആ വയറ്റിൽ അതായത് ആ കുഞ്ഞിനെ പോലും അവൾക്ക് ആ വയറ്റിൽ ചുമക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവൾ കളഞ്ഞു. അപ്പോൾ പോലും നിങ്ങളിൽ പലർക്കും അറിയാമായിരുന്നു ഇവിടെ എന്താ നടന്നത്, എൻ്റെ വയറ്റിൽ വെച്ച് എൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. നിങ്ങളിൽ ഒരാൾ പോലും അതിൻ്റെ സത്യാവസ്ഥ പറയാൻ നിങ്ങൾ ആരും മുന്നിട്ടിറങ്ങിയില്ലല്ലോ. അപ്പോൾ മീനു പറഞ്ഞു, ദേവിയേട്ടത്തി ഞാൻ പല പ്രാവശ്യം ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആലോചിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് മീനു പറഞ്ഞു, എത്ര പ്രാവശ്യം ദേവിയേട്ടത്തിയോട് ഞങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ടോ, ഒരു ദിവസം നിങ്ങളുടെ റൂമിൽ നിന്ന് ഒരു ഒച്ചപ്പാട് ബഹളം വന്നപ്പോൾ ഞാനും ഇത്രയും ദേവിയേട്ടത്തിയോട് വന്ന് ചോദിച്ചപ്പോൾ ദേവിയേട്ടത്തി എന്താ പറഞ്ഞത്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കണ്ണിൽ പൊടി പോയപ്പം കണ്ണീര് വന്നതാണെന്ന്. അന്ന് ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങളുടെ റൂമിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അത്ര നല്ല സ്വരച്ചേർച്ച അല്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷെ അന്നെങ്കിലും ദേവിയേട്ടത്തി ഈ സത്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആനന്ദേട്ടനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അപ്പം നമ്മുടെ ഗോമതി പറഞ്ഞു, എന്ത്
മനസ്സിലാക്കാൻ. ഇത്രയും കള്ളത്തരത്തിൻ്റെ ഒടുവിൽ എവളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇനി എന്ത് രീതിയിൽ എവളെ ഈ കുടുംബത്തെ നമ്മൾ കയറ്റി എവളെ അംഗീകരിക്കുക മോളെ? നിങ്ങൾ ദേവിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഒത്താശയും പിടിക്കേണ്ട എന്ന് പറഞ്ഞ് ഗോമതി ഇങ്ങനെ കിടന്ന് ആട്ടയാണ്. അപ്പോൾ ദേവി ഇത്രേ പറയാനുള്ളൂ ദേവിക്ക്. അതായത് ആ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം ആനന്ദേട്ടനോടൊന്ന് പറയണം, നിങ്ങൾ പറയണം. ആ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. ആ ഒരു തെറ്റെങ്കിലും എൻ്റെ തലയിൽ നിന്ന് ആനന്ദേട്ടൻ ഒഴിവാക്കി തരട്ടെ. ബാക്കി 100 തെറ്റുകൾ എൻ്റെ തലയിലുണ്ട്. കാരണം ഞാൻ ചെയ്തത് തന്നെയാണ്. ആ തെറ്റുകളെല്ലാം ഞാൻ ഏൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ ദേവമംഗലം കുടുംബത്ത് വന്നിട്ട് നിങ്ങളെ ആരും ഞാൻ ശല്യപ്പെടുത്താനോ ഒന്നിനും ഞാൻ വരില്ല. നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഞാൻ വരില്ല എന്നൊക്കെ ദേവി പറയണം. അപ്പോഴേക്കും മീനുവിനും മിത്രയ്ക്കും കണ്ണൊക്കെ അങ്ങ് ഒഴുകി പൊട്ടിപ്പോകണം കേട്ടോ. പക്ഷേ ഗോമതി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഗോമതി പറയണത് എന്തെന്ന് വെച്ചാൽ, ഇനി ഒരു കാര്യവും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ട, പിന്നെ നീയും അവനും തമ്മിലുള്ള വിവാഹ ബന്ധം പോലും വേർപെടുത്തും ഞങ്ങൾ എന്നുള്ള രീതിയിൽ ആനന്ദ പറഞ്ഞിട്ടുണ്ടെന്നും ആ കാര്യവും നമ്മുടെ ദേവി അറിയിക്കുകയാണ്. അങ്ങനെ ദേവി മനസ്സ് തകർന്ന് നെഞ്ചുരുകിക്കൊണ്ടാണ് ആ ദേവമംഗലത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിങ്ങളാരും ദേവിയേട്ടത്തിയെ ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തോ കൺവെട്ടത്തോ ഒന്നും വരാനായിട്ട് വരില്ല. അങ്ങനെ ഞാൻ വരാനായിട്ട് ശ്രമിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പോവാം അമ്മയെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴേക്കും ഗോമതി മുഖമൊക്കെ ഇങ്ങനെ വെട്ടിച്ച് ഇങ്ങനെ മാറ്റി തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവി അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീനു പറയുന്നുണ്ട്, അമ്മേ ഒന്ന് വിളിക്കമ്മേ, ദേവിയേട്ടത്തി പോവാം. ദേവിയേട്ടത്തി എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ട് പോകുന്ന പോക്കാണ് അമ്മേ, പ്ലീസ് അമ്മേ ഒന്ന് വിളിക്കമ്മേ. ദേവിയേട്ടത്തി എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടും ഉറപ്പാണ്. അപ്പം നമ്മുടെ ഗോമതി പറഞ്ഞു, അവൾ ചാവട്ടെ, എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഇറങ്ങി നിന്ന് പറയണേ, നീ പോയി ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ദേവിയെ മാനസികമായിട്ട് ആക്കുകയാണ് കേട്ടോ ഗോമതി. കാരണം ഗോമതിക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യവും വൈരാഗ്യവും ദേവിയോടായി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അച്യുതനും അവരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗോമതി പോയി ചത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി വിടുന്നതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവി പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. ഉദയഭാനുവിൻ്റെ അടുത്തോ ശ്രീകലയുടെ അടുത്തോ പോയിട്ടേ ഇല്ല. ദേവി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ദേവി ചില കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു. കാരണം ഇനി ഒരിക്കലും തനിക്ക് ദേവമംഗലത്തൊരു സ്ഥാനം ഉണ്ടാവില്ല. ആനന്ദേട്ടൻ്റെ മനസ്സിലോ ഒട്ടും സ്ഥാനം ഉണ്ടാവില്ല. ഇനിയൊരു കുഞ്ഞും തനിക്ക് ജനിക്കില്ല. അങ്ങനെ ദേവി അമ്പലങ്ങളിലും അനാഥാലയങ്ങളിലൊക്കെ ആയിട്ടും പള്ളിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റാരെയും കണ്ണിപ്പെടാണ്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടേന്. അപ്പം ഉദയഭാനുവും നമ്മുടെ ശ്രീകലയും തിരക്കുന്നുണ്ട്, ദേവി എവിടെയാണ്, എൻ്റെ മോളെ നീ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ തിരക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലന് ഈ സമയം എന്ത് തീരുമാനം എടുക്കണമെന്നറിയില്ല. ആനന്ദിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഒരു തെറ്റ്, വലിയൊരു തെറ്റ് തന്നെയാണ്. അവരെക്കുറിച്ച് തിരക്കാണ്ട് എൻ്റെ മകന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ച് ആ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ ഇനി ഞാൻ എന്ത് തീരുമാനം എടുക്കും? കാരണം ബാലന് ഉള്ളിൽ നിന്നും ദേവിയെ പറിച്ച് കളയാനായിട്ട് കഴിയുന്നില്ല. കാരണം ഒരു പക്ഷേ എല്ലാവരെക്കാട്ടിലും ബാലനാണ് നമ്മുടെ ദേവിയെ ഒരുപാട് സ്നേഹിച്ചത്. സ്വന്തം മകളെക്കാളും അനുവിനേക്കാളും ദേവിയെ ബാലൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരു മകളെ പോലെയാണ് സ്നേഹിച്ചത്. മരുമകളായിട്ടല്ല ബാലനും നമ്മുടെ ഗോമതിയും ദേവിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാലന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഉദയഭാനു തിരക്കി പോവുകയാണ്. പക്ഷേ ഒരു സ്ഥലത്തും കിട്ടില്ല. അങ്ങനെ നമ്മുടെ അച്യുതനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് കേട്ടോ ഉദയഭാനു. അപ്പം ഉദയഭാനു പറയുന്നുണ്ട്, 2 ദിവസം മുന്നേ ഇങ്ങനെ ദേവമംഗലത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവളെ പോയി ചത്തോ എന്നൊക്കെ പറഞ്ഞ ഗോമതി അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുപ്പും മുണക്കുമായിട്ട് കുറച്ച് എരിയിപ്പിച്ച് അങ്ങ് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, എന്തായാലും ശരി, എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഗോമതി നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും ഞാൻ വെറുതെ വിടില്ലടി എന്നുള്ള ഒരു ഇതാക്കുകയാണ്. അപ്പം അച്യുതനെ അങ്ങ് പറഞ്ഞ് എരിയിപ്പിച്ച് കൊടുക്കുകയാണ്. കാരണം നിങ്ങളൊന്നും നോക്കണ്ട, പോയി ഒരു കേസ് കൊടുക്കുക, മോളെ കാണാനില്ല, സ്ത്രീധനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മകളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ ചേർത്ത് കുറച്ച് നല്ലൊരു വക്കീലിനെ കണ്ട് നല്ല രീതിയിലൊരു കംപ്ലയിൻ്റ് എഴുതി അങ്ങോട്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ഉദയഭാനുവിനെ ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീനാക്ഷി ദേവമംഗലത്തെ ആരും അറിയാണ്ട് നമ്മുടെ ദേവിയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ദേവി ആ സമയത്ത് അവിടെ വീട്ടിലില്ലാണ്ട് വരികയാണ്. കാരണം അപ്പോഴാണ് മീനാക്ഷി അറിയണത് ദേവിയേട്ടത്തി തിരിച്ച് വീട്ടിൽ പോയിട്ടില്ല എന്ന കാര്യമൊക്കെ. അങ്ങനെ നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ ഇനി എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ദേവിയുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അന്ന് ദേവി ഒരു ജാതകം ഗോമതിയെ കാണിച്ചായിരുന്നല്ലോ. ആ ജാതകം നമ്മുടെ ഗോമതി അപ്പം തന്നെ കീറി എടുത്ത് കളഞ്ഞായിരുന്നേ.
അപ്പോൾ അത് കഴിഞ്ഞ് ദേവി പോയ ശേഷം നമ്മുടെ ഗോമതി ആ ജാതകം ചേർത്ത് വെച്ചിട്ട് ഗോമതി കാണാൻ പോകുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. ആ ജ്യോത്സ്യനെ കൊണ്ടുപോയി കാണിക്കുകയാണ്. അപ്പോൾ ആ ജ്യോത്സ്യൻ ആ ജാതകം നോക്കിയിട്ട് അമ്പരന്ന് പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നുമല്ല, ആ ജാതകപ്രകാരം ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ശരിയാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ല, ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുക. പിന്നെ ഈ ജാതകപ്രകാരം ഈ കുട്ടി നിൽക്കുന്നിടത്ത് രാജയോഗമാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഈ കുട്ടിയെ ഒരിക്കലും കൈവിടരുത്. അത്രയ്ക്ക് ഭാഗ്യമായിട്ടുള്ള ഒരു ജാതകമാണ് ഈ കുട്ടിയുടേത്. നിഷ്കളങ്കമായ സ്വഭാവവും നല്ലൊരു മനസ്സിനും ഉടമയാണ് ഈ പെൺകുട്ടി എന്നുള്ളതൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് ഗോമതിയുടെ മനസ്സിനും വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സാന്ത്വനം 2-ൽ വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കേട്ട് നമ്മുടെ വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ രാത്രി 9:30 നമ്മുടെ മഴതോരും മുമ്പേ പരമ്പരയായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.